ഇതാണ് നമ്മൾ അട്ടപ്പാടി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, കണ്ടത് കുറച്ച് അലങ്കോലമായി കിടക്കുന്ന കേട്ടോ. ഇത് അട്ടപ്പാടിയാണ് സ്ഥലം. ഇതെൻ്റെ ഫ്രണ്ടിനാണ്. നിങ്ങൾ ആരെങ്കിലും അട്ടപ്പാടി വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുക. അത് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട്. ബാത്റൂമൊക്കെ ഞാൻ കാണിച്ചത് നല്ല നീറ്റാണ്, ക്ലീനാണ് കേട്ടോ. ഇവിടെ ഇതേപോലെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നതാണ് ഇവിടെ. കണ്ടില്ലേ, ഫാമിലിക്ക് വരാം കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണത് അതുകൊണ്ടല്ല. ഫാമിലിക്കാണെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വരാം. കണ്ടോ, ബാത്റൂമൊക്കെ അടിപൊളിയല്ലേ. പിന്നെ ഇതിൻ്റെ മുകളിൽ ആദ്യം കാണിച്ചിട്ട് കേട്ടോ, ആ ഡോർ അടക്കിയിട്ട് മോൾ ഭാഗം ആദ്യം കാണിച്ചിടാം. എന്നിട്ട് താഴോട്ട് വന്നിട്ട് താഴത്തുള്ളത് കാണിച്ചു തരാം. മോളാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഉണ്ടാവും. അപ്സ്റ്റെയറും ആയി. ഇവിടെ നന്നായിട്ട് നിരന്നിട്ടാണ് കിടക്കുക. എല്ലാവർക്കും കഥ പറഞ്ഞിരിക്കാം. പിന്നെ ഇതിൻ്റെ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം ഞാൻ. ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നല്ല വ്യൂ ആട്ടോ. ഇവിടെ കിടന്നാണ്ട് പുറത്തേക്ക് നോക്കാൻ വെച്ചാൽ അടിപൊളിയാണ്. ഇതാ കേട്ടോ, ഈ ജനലൊന്നും തുറന്നിടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല തണുപ്പാണ് ഇവിടെ. പിന്നെ ആ മലകളൊക്കെ നോക്കിയാൽ അടിപൊളി. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. വീഡിയോ കൂടെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്തെ ജനലിൽ കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു വലിയൊരു മല കാണാം. പക്ഷേ എനിക്ക് സൂം ചെയ്യാൻ പറ്റുമോ അറിയില്ല, നോക്കട്ടെ. കണ്ടോ ആ മല ഇതാ, കണ്ടില്ല, അവിടെ ഫുള്ള് കാടാണ്. ഇതിന് ചുറ്റും കൃഷിയാട്ടോ. ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇനി നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോയിട്ട് താഴത്തുള്ള ബെഡും കാര്യങ്ങളും ഒന്നും കൂടെ കാണിച്ചു തരാം. ഉണ്ടാവും സ്റ്റെയർ കണ്ടില്ലേ, താഴത്തും അതുപോലെ തന്നെ 2 സ്പേസ് ബെഡ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കേട്ടോ. ഇതൊക്കെ ഇരിക്കുക, നമുക്ക് ഇരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റിയാണ്. അതുപോലെ തന്നെ ഇനി പുറം ഭാഗം കാണിച്ചു തരാം. കേട്ടോ, അടിപൊളിയല്ലേ. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചെറിയൊരു കുളം പോലെ ഉണ്ട് കേട്ടോ. അതിൽ മീനും വളർത്തൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വീടിൻ്റെ പുറം ഭാഗം.